കാര്യമായോടും പ്രസംഗിച്ചില്ല. ഈ നാലാൾ പറഞ്ഞ വിഷയം എന്താ പറഞ്ഞത്? ജിന്നും ശൈത്താനും മാത്രം. 10 കൊല്ലം കേരളം മൊത്തം ഓടി നടന്ന് പ്രസംഗിച്ചു നാലാൾ. ഒരു വ്യാപകമായി കൊടുത്തു സീഡികൾ. ആരുതാ? ഈ നാലാൾ. ആ നാലാൾ പറഞ്ഞതോ ജിന്നും സിഹറും ശൈത്താനും മാത്രം. എന്തിനാ പറഞ്ഞത്? നമ്മളൊക്കെ ജിന്നിന്റെ പിന്നാലെ കൂടി എന്ന് പറയാൻ വേണ്ടി. നമ്മൾ കൂടിയിരിക്കണോ? ഇല്ല. നമുക്ക് ജിന്ന് വേണോ? വേണ്ട. ശൈത്താൻ വേണോ? വേണ്ട. പിന്നെ എന്തേന്ന് പറയാൻ കാരണം? സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് KNM ഔദ്യോഗികമായി പറഞ്ഞു. അഹ്ലുസുന്ന ഒന്നാകെ പറഞ്ഞതാണ്. റസൂലും സഹാബത്തും മുതൽ ഇങ്ങോട്ട് അഹ്ലുസുന്ന ഒന്നടങ്കം പറഞ്ഞ വിശ്വാസമാണ് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. ലോകത്ത് മുഅ്തസിലിയാക്കളാണ് സിഹിറില്ല എന്ന് പറഞ്ഞത്. താബിഈങ്ങളെ കാലത്ത് തെറ്റിപ്പോയ വിഭാഗമാണ് മുഅ്തസിലികൾ. താബിഈങ്ങളെ കാലത്ത് 500ഓളം സഹാബിമാരെ കണ്ട താബിഈയാണ് ഹസൻ ബസരി. 500ഓളം സഹാബിമാരെ കണ്ടാണ്. ആ സഹാബത്തിൽ നിന്ന് ദീനു പഠിച്ച ആളാ ഹസൻ ബസരി, ബസറക്കാരൻ. ആ ഹസൻ ബസരിയുടെ സദസ്സിന് ആദർശ വ്യതിയാനമുണ്ടായി തെറ്റിപ്പിരിഞ്ഞു പോയ ആളുകളാണ് മുഅ്തസിലികൾ. വാസിൽ ഇബ്നു അത്താ എന്ന മനുഷ്യന്റെ അനുയായികൾ. നിങ്ങൾ നോട്ട് ചെയ്തേക്കണം, സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. വാസിൽ ഇബ്നു അത്താ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ചില പുതിയ വാദങ്ങളുമായി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു ഹസൻ ബസരിന്റെ വിശ്വാസം ശരിയല്ല. ഹസൻ ബസരിയുടെ ക്ലാസ്സിൽ പങ്കെടുത്ത് ഹസൻ ബസരിയുടെ ശിഷ്യനായി ജീവിച്ച ആളാണ് ഈ വാസിൽ. അദ്ദേഹത്തിന്റെ സ്ഥിരം ക്ലാസ് ഉണ്ട് പള്ളിയിൽ. ആ ക്ലാസ്സിൽ സ്ഥിരം പഠിതാവാണ് വാസിൽ. വാസിന് പുതിയ ചില ചിന്തകൾ വന്നു. എന്നിട്ട് വാസിന് പറഞ്ഞു ഹസൻ ബസരിക്ക് പഴിച്ചിട്ടുണ്ട്. അതെന്നും അങ്ങനെ പുതിയ ചിന്ത ആയിരിക്കും. ഓ മറ്റവനെ പറ്റി പറയും, ഓൻ പഴിച്ചു. അന്നലെ എത്ര വിളിച്ചു പ്രാർത്ഥിച്ചു സുന്നികള്. എന്നിട്ട് പറഞ്ഞെന്താ? വഹാബികള് പുത്തൻവാദികളാണ്. പുത്തൻവാദ പോലെ തന്നെ പഴയ വാദോ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക. അത് പറഞ്ഞവനെ പറ്റി ഈ പുതിയത് സ്വീകരിച്ചോ നിങ്ങൾ പുത്തൻവാദിയാ. റസൂലിന്റെ കാലം മുതൽ അഹ്ലുസുന്ന സ്വീകരിച്ചു പോന്നു. തറാവീഹ് 11 നമ്മൾ അങ്ങനത്തെ നിസ്കരിച്ചു. മറ്റോ 9 കൂട്ടി 20 ആക്കി. എന്നിട്ട് ഓൻ പലപ്പം പുത്തൻവാദിയാണ്. ഓന്റെ വക 9 കൂട്ടിയിട്ട് പുതിയ വാദമുണ്ടാക്കിയിട്ട് അവർ ഇങ്ങോട്ട് ആരോപിച്ചു നിങ്ങൾ പുത്തൻവാദികളാണ്. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും സുബഹിയിൽ മാത്രമായി ഖുനൂത്ത് ഓതിയില്ല. അവിടെ പുതിയൊരു ആചാരം വന്നു. അത് ആചരിച്ചവൻ ഇത് ആചരിക്കാത്തവരോട് പറഞ്ഞു നീ പുത്തൻവാദിയാണ്. എന്നതുപോലെ ഹസൻ ബസരിയുടെ സദസ്സിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി വാസില്. ആ വാസിൽ പുതിയ ചില വാദങ്ങൾ കൊണ്ടുവന്നു. ആ വാസിന്റെ ഒരു വാദമായിരുന്നു സിഹിറിന് യാഥാർത്ഥ്യമില്ല. സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന വാദം വാസിന് കൊണ്ടുവന്നു. സിഹിർ ഫലിക്കില്ല, അങ്ങനത്തെ ഒന്നുമില്ല. കാരണം സിഹിർ ഫലിക്കണമെങ്കിൽ പിശാചിന്റെ സഹായം വേണമല്ലോ, പൈശാചിക ഉപദ്രവം ഉണ്ടാകണമല്ലോ. അതൊന്നും ഉണ്ടാവില്ല. വാസിൽ അതിനെ നിഷേധിച്ചു. വാസിന് അതിനെ നിഷേധിച്ചു. അങ്ങനെ ഹസൻ ബസരി പറഞ്ഞു ഇന്ന വാസിൽ ഖദ് അസലന, തീർച്ചയായും വാസിൽ നമ്മളെ വെടിഞ്ഞിരിക്കുന്നു, നമ്മളെ വിട്ടുപോയിരിക്കുന്നു. ഇന്ന വാസിൽ ഖദ് അസലന, തീർച്ചയായും വാസിൽ നമ്മളെ വെടിഞ്ഞിരിക്കുന്നു, നമ്മളെ വിട്ടുപോയിരിക്കുന്നു എന്ന് ഹസൻ ബസരി പറഞ്ഞു. അതിൽ നിന്നാണ് മുഅ്തസിലി എന്ന പേര് വന്നത്. ആ മുഅ്തസിലികൾ സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസം അബ്ദുസ്സലാം സ്വലമി കൊണ്ടുവന്നു. നമ്മൾ പല സ്ഥലത്തും എഴുതി സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന വിശ്വാസം മുഅ്തസിലി വിശ്വാസമാണ് എന്ന് നമ്മൾ എഴുതി. അപ്പൊ അബ്ദുസ്സലാം സ്വലമി മറുപടി എഴുതി. അയാള് ജിന്ന് പിശാച് സിഹിർ എന്ന പേരിൽ അയാൾ പുസ്തകം എഴുതി. നമ്മൾ ഷോർട്ടാക്കിയിട്ട് GPC എന്ന് പറയും. അങ്ങനെ ബുക്ക് ഇയാൾ എഴുതി. ഈ GPC ബുക്കിൽ അയാൾ പറഞ്ഞു സിഹിർ നിഷേധിച്ചത് മുഅ്തസിലികളാണ് എന്ന് ഇപ്പോൾ പലരും പറയുന്നു. എന്നാൽ മുഅ്തസിലികൾ മാത്രമല്ല നിഷേധിച്ചത്, മറ്റ് പലരും നിഷേധിച്ചിട്ടുണ്ട്. അല്ല അയാൾ എഴുതിയ വാചകം. മുഅ്തസിലികൾ മാത്രമല്ല മറ്റ് പലരും നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ മുഅ്തസിലികളുണ്ട് ഒരാശയം തന്നെയാണ്. ഒരിക്കൽ മാത്രമേ ആശയം ഉണ്ടാവൂ എന്നുണ്ടോ? ഇല്ല, പലർക്കും ഉണ്ടാവാം. അവിടെയാണ് തൗഹീദിൽ വ്യതിയാനം തുടങ്ങിയത്. നാളിതുവരെയും ആ തൗഹീദ് പറയാൻ നാം സ്വീകരിച്ചു പോകുന്ന മാനദണ്ഡമെന്തോ ആ മാനദണ്ഡത്തിനെ മാറ്റി പുതിയ വ്യാഖ്യാനം കൊടുത്ത്
അങ്ങനെ എന്തേനു സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ, കണ്ണേറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ, ജിന്നുബാധയുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു. KNM ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പല പുസ്തകത്തിലും ആവർത്തിച്ച് വ്യക്തമാക്കി ജിന്നുബാധയുണ്ട്, കണ്ണേറുണ്ട്, സിഹിറുണ്ട്. പക്ഷെ നമുക്ക് ആ വഴികൾ അനുവദിക്കപ്പെട്ടതല്ല. സിഹിർ ചെയ്യാൻ പാടില്ല, ചെയ്തവൻ മുസ്ലിമല്ല. നബി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ സഹറ ഔ സുഹിറ ലഹു. സിഹിർ ചെയ്തവനും ചെയ്യിച്ചവനും നമ്മിൽപ്പെട്ടവനല്ല. സിഹിർ ചെയ്തവനും ചെയ്യിച്ചവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് അത് പാടില്ല. സിഹിർ ചെയ്യുന്ന മനുഷ്യനുള്ള ശിക്ഷാ നടപടി വാളുകൊണ്ടുള്ള വെട്ടാകുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് സിഹിർ ചെയ്യുന്നുവെന്ന് സ്ഥിരപ്പെട്ട 3 ആളുകളെ വെട്ടിക്കൊന്നുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല, പക്ഷേ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ സബഉൽ മുബിഖാത്തിൽ 7 വൻപാപങ്ങളിൽ രണ്ടാമത്തേതായി അതിനെ എണ്ണിയത്. പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ ചെയ്യണോ ചെയ്യട്ടെ വിചാരിച്ചാൽ മതി. പക്ഷെ പല ന്യായങ്ങളും പറഞ്ഞ് അബ്ദുസ്സലാം പണ്ടേ നിർത്തൂ. അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ പല ആളുകൾക്കും സിഹിറാണ് ചെയ്താൽ പോലെ, എന്നാ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ജോർജ് ബുഷ് ഉണ്ട്, അതേപോലെ മറ്റു പലരുണ്ട്. ഓർക്കെതിരെ ഒരു സിഹിറാണ് ചെയ്താൽ എത്ര എളുപ്പമുണ്ട്. സിഹിർ ശൈത്താനെ പിടിച്ചാ ചെയ്യാം, മറ്റോനോ ഓ ശൈത്താൻ ഏറ്റവും വലിയ ഏജന്റാ. ഈ പറയപ്പെട്ട ആളുകളൊക്കെ ശൈത്താന് വേണ്ടപ്പെട്ടവരാ. ഓനെ വെച്ചിട്ടാ ഈ നാട്ടില് കലാപങ്ങളും പ്രശ്നങ്ങളും തോന്നിവാസങ്ങളും ഫിത്നയും എല്ലാം നടത്തുന്നത്. അതുകൊണ്ട് ഓനെ സംരക്ഷിക്കാൻ ശൈത്താൻ ചെയ്യാം, ഓനെ സംരക്ഷിക്കുക ചെയ്യാ. ഇവിടുന്ന് ഒന്നുമല്ലാത്ത ഒരുത്തരം വെറുതെ കുത്തിയടിച്ചിട്ട് ഓനെതിരെ ഒരു സിഹിർ ചെയ്തിട്ട് അതിനെ മറിച്ചിട്ട് മറ്റോനെ കൊല്ലാൻ മാത്രം ശൈത്താൻ പോയത്തെ കാരണല്ല. ഈ തങ്ങളെക്കാളും ശൈത്താൻ ആവശ്യം മറ്റോനെ. കാരണം ഓണ്ടായാൽ അവിടെ 10,000 കൊല്ലപ്പെടുന്നു, ലക്ഷങ്ങൾ കൊല്ലപ്പെടുന്നു, ഒരുപാട് പ്രശ്നമുണ്ടാകുന്നു. ഇതെല്ലാം നിലർത്തണമെങ്കിൽ മറ്റോടെ നിലക്കണം. അപ്പൊ ഓണ നശിപ്പിക്കാൻ ശൈത്താൻ സഹായിക്കൂല. എന്തോ ആവട്ടെ, ഏതായാലും അത്തരം ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതിനെല്ലാം തള്ളിക്കളഞ്ഞു അബ്ദുസ്സലാം സ്വല്ലമി. അതൊക്കെയാണ് ശരിയെന്ന് വിശ്വസിച്ച ഒരു ഇടക്കാലം പലർക്കും ഉണ്ടായി. ഒരു യാഥാർത്ഥ്യമാണ്. KM മൗലവി കൃത്യമായി അൽ മുർഷിദിലും അൽ ഇർഷാദിലും എഴുതി, അത് ഫത്വകളാക്കി പിന്നീട് നമ്മൾ പുസ്തകമാക്കി. അവിടെ കൃത്യമായി ഈ വിഷയത്തിന് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായം വിവിധ വിഷയങ്ങൾ, അതിൽ സിഹിറും കണ്ണേറും വിശദമായി പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ തൽക്കാൻ പുറത്ത് വെച്ചു എന്നല്ലാതെ നമ്മൾ പലരും വായിച്ചില്ല. വായിച്ചാൽ അതങ്ങനെ വായിച്ചു പോയി എന്നല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഇയാൾ ഇവിടെ പ്രചരിപ്പിച്ചതൊന്നുമില്ല. എല്ലാം അന്ധവിശ്വാസമാണ്, എല്ലാം അന്ധവിശ്വാസമാണ്, തൗഹീദ് വിരുദ്ധമാണ്, എല്ലാം ശിർക്കാണ് എന്ന് അയാൾ ഇവിടെ പ്രചരിപ്പിച്ചു. കഴിഞ്ഞ 10 കൊല്ലം ഈ 4 മനുഷ്യന്മാർ കേരളം ഒന്നാകെ അതുമായി ഇറങ്ങി ക്ലിപ്പിട്ടുമല്ലാതെയും വ്യാപകമായി പ്രചരിപ്പിച്ചു. അൽ ഇർഫാദ് എന്ന ഖുറാഫി മാസികയ്ക്ക് പോലും അഭിമുഖം കൊടുത്തിട്ട് അവിടെ പോലും പറഞ്ഞു, മൗലവി വിഭാഗം മുജാഹിദർ ശിർക്കിലകപ്പെട്ടു പോയി. എന്താ ശിർക്ക്? ജിന്ന് ഉപദ്രവിക്കുന്നു വിശ്വസിക്കുന്നു. ജിന്ന് സാഹിറിനെയും കാഹിനെയും ജ്യോത്സ്യനെയും മാരണക്കാരെയും എല്ലാം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ശിർക്കാണ്. അതുകൊണ്ട് ഇവരെല്ലാം ശിർക്കിലാണ്. നമ്മൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് ഈ 10 കൊല്ലം 2002 മുതൽ 2012 വരെ അതിശക്തമായി പറഞ്ഞു, ഇത് ആരോപണം മാത്രമാണ്, ഇവിടെ ഒരാളും ശിർക്കിലേക്ക് പോയിട്ടില്ല, ഈ വിശ്വാസം ശിർക്കല്ല. അവസാനം ഈ പുറത്തുനിന്ന് വിളിച്ചു കൂവിയാലും സംഗതി വിജയിക്കുക എന്ന് മനസ്സിലായപ്പോ കണ്ണൂർക്കാരനായ KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തൽക്കാലം അയാൾ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അയാൾ മടവൂരിൽ ഇങ്ങോട്ട് മാറി. യഥാർത്ഥത്തിൽ മാറിയിട്ടുള്ളൂ, പക്ഷെ ഉള്ളു മാറിയിട്ടില്ല. അയാൾ ഇവിടെ കയറി വന്നു. അയാൾ ഖതീബാണ്, പ്രഭാഷകനാണ്, കഴിവുള്ളവനാണ്, എഴുത്തുകാരനാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായും ശാഖയിൽ അയാൾ കാര്യപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് അയാൾ വെച്ചു. മേഖലയെത്തി, ജില്ലയിലെത്തി, സ്റ്റേറ്റിലെത്തി, സംസ്ഥാന ISM-ൽ അയാൾ എത്തിപ്പെട്ടു. സംസ്ഥാന ISM-ന്റെ കൗൺസിലറായി മാറി. ഈ ചാൻസ് ഉപയോഗപ്പെടുത്തി അയാൾ ഉള്ളിലൂടെ പണിയെടുത്തു. നമ്മുടെ നിഷ്കളങ്കരായ നേതാക്കന്മാരെ ചെന്ന് കണ്ട് അവരോടെല്ലാം പറഞ്ഞു, ശ്രദ്ധിക്കണം, നമ്മുടെ പല ആളുകളും അപകടത്തിലാണ്.
നമ്മുടെ പ്രബോധകന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പ്രഭാഷകന്മാർ, നമ്മുടെ പ്രവർത്തകന്മാർ, അതിൽ വിശിഷ്യ ചെറുപ്പക്കാർ, MSM ISM. കാരണം ഈ 10 കൊല്ലം കൊണ്ട് MSMലൂടെയും ISMലൂടെ ഉണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. KNMലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തൊരു മാറ്റം MSM ISM ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകന്മാർക്കിടയിൽ. കാരണം 40 വയസ്സ് താഴെയുള്ള MSM ISM ആ സമയത്ത് പഠിപ്പിച്ച പടി, അതിന് മേപ്പെട്ടുള്ളതിന് പഠിയാൻ കുറച്ച് പണിയാ. 40, 50, 60 ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ പഠിയില്ല. പിന്നെ ഖുർആൻ ക്ലാസ്സിലൊന്നും വരൂല, വല്ലാതൊന്നും വന്നാവില്ല. ഓൻ പിന്നെ ഖുതുബ ശ്രദ്ധിക്കാണ്ടാവില്ല. ഉണ്ടാവും എന്തിനാണ്? ഖതീബിനെ ശ്രദ്ധിക്കാനാണ്. ഖതീബിനെ ശ്രദ്ധിക്കാണ്ടാവും. ഒരു 5-6 മാസം ഖുതുബ പറഞ്ഞാൽ പിന്നെ ഓങ്ങുന്നു ഖുതുബ വലിയ ഉഷാറില്ല, ഖതീബിനൊന്ന് മാറ്റണം. നിങ്ങൾ നോക്കി ഏത് പള്ളിക്ക് ഖതീബിനെ മാറ്റാൻ ആകെ 4-5 ആൾക്ക് ഈ അഭിപ്രായം ഉണ്ടാവുള്ളൂ, വേറെ ആയിക്കുണ്ടാവില്ല. ഓൽക്കൊക്കെ തികഞ്ഞോല. ഓലയുടെ മുമ്പിൽ അഭിപ്രായം പറയാനുണ്ടാവുള്ളൂ. 6 മാസം ഖുതുബ ഇട്ടാൽ ഇപ്പം നന്നാകലയ്യ, ഖതീബ് മോശക ചെയ്യാ ഓനൽക്കിന്. പിന്നെ ആളൊന്ന് മാറ്റി പിടിക്കണം. അപ്പൊ ഈ ഒരു തലത്തിൽപ്പെട്ടവരെ വല്ലാതൊന്നും പഠിപ്പിച്ച് മാറ്റാൻ കഴിയൂല. പക്ഷെ MSMലും ISMലും ഒരു വലിയ വിപ്ലവം ഉണ്ടായി. മുമ്പത്തേക്കാളേറെ ഇന്ന് പഠിക്കാൻ സൗകര്യങ്ങൾ യഥേഷ്ടമാണ്. സ്വന്തം മൊബൈലിൽ പോലും ഏത് വിജ്ഞാനം കിട്ടുന്ന കാലം. പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, കേൾക്കാൻ പാടില്ല, പോകാൻ പാടില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് കയറി വരുന്ന കാലം. മുമ്പൊരു വേഴനേക്കാൾ നമ്മളവിടെ പോയി ഇരുന്ന് കഴിക്കാൻ വേണം. ഇന്നിപ്പോ അത് വേണ്ട. ഇപ്പൊ കണ്ടോ, ആയിരക്കണക്കിന് മനുഷ്യന്മാർ ലോകത്ത് പല ഭാഗത്ത് നമ്മളെ ഈ ക്യാമ്പ് കേട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലാ രാജ്യത്തുമുണ്ട്. എല്ലാ രാജ്യത്തും മലയാളികളായ സലഫികളായ ആളുകൾ ലോകത്തെവിടെല്ലാം ഉണ്ടോ അവിടൊക്കെ ഇപ്പൊ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു. അതാ ഇന്നത്തെ സാഹചര്യം. അതുകൊണ്ടാണ് പോകാൻ പാടില്ല എന്ന് വാദടിച്ച് ഔത്തിരുത്തിട്ട് കഴിഞ്ഞ അകത്തിരുത്തിയ ഒരു സൗകര്യമായി ഒരു ഒറ്റയ്ക്ക് എല്ലാം കേൾക്കാം. വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോ കേൾക്കാം, മൊബൈലിൽ കേൾക്കാം, ഇയർഫോൺ വെച്ച് കേൾക്കാം. അക്കാലമാ കുട്ടികൾ കേട്ടു, പഠിച്ചു, വിഷയങ്ങൾ മനസ്സിലാക്കി. ഈ വിഷയത്തിൽ എന്താണ് പ്രമാണം പറഞ്ഞത്, എന്താണ് പ്രാമാണികത പറഞ്ഞത്, എന്താണ് അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ പറഞ്ഞത് കേട്ടു, പഠിച്ചു, പഠിഞ്ഞു, അവരെ സ്വീകരിച്ചു. ഇത് പഠിയാത്ത കുറച്ച് മനുഷ്യന്മാരുണ്ട്, സലാം സലമയും കൂട്ടലും. അപ്പൊ ഓല് പറഞ്ഞു, ഈ കുട്ടികളൊക്കെ പേടിക്കണം, ഇവരൊക്കെ അന്ധവിശ്വാസത്തേക്ക് പോവുക, ഇവരൊക്കെ ശിർക്കിന്റെ പിന്നാലെയാ, ഇവരൊക്കെ ജിന്നിന്റെ പിന്നാലെയാ, ഇവരൊക്കെ സിഹറിന്റെ പിന്നാലെയാ, അതുകൊണ്ട് ഇവരെ പേടിക്കണം. ഇത് വ്യാപകമായി നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളെ ചെന്ന് കണ്ട് വിശ്വസിപ്പിച്ചവരെ കൊണ്ട് കട്ടുമുറിച്ച ക്ലിപ്പുകളും അടർത്തിയെടുത്ത കഷ്ണങ്ങളുമായി ചെന്ന് ഇതാ ഇവരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നു, ഓലെ ശ്രദ്ധിച്ചോളം, അല്ലെങ്കിൽ നഷ്ടമാണ്. നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ നമ്മുടെ നേതാക്കന്മാർ വളവും തിരിവും അറിയാത്ത, വളഞ്ഞ വഴി അറിയാത്ത നിഷ്കളങ്കരായ നമ്മുടെ നേതാക്കന്മാർ അത് വിശ്വസിച്ചു. ലിസ്റ്റ് ചെയ്യാ. അങ്ങനെയാണ് ചില ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുന്ന തോന്നലുണ്ടായത്. യഥാർത്ഥത്തിലോ പ്രമാണം പഠിച്ച് പ്രമാണത്തോട് മാത്രം കൂറുപുലർത്തി പ്രഭാഷണം നിർവഹിക്കുന്ന, പ്രസംഗിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ആരെല്ലാം ഉണ്ടോ ഓലൊക്കെ നോക്കുമ്പോ ഹിത്തിരിസ്തില്ല. കാരണം മാനദണ്ഡം ഇതാണല്ലോ. ഈ മാനദണ്ഡം വെച്ചാൽ പിന്നെ പഠിച്ചവനൊക്കെ അതിനപ്പുറത്തുണ്ടാവും. അപ്പൊ അങ്ങനെ തപ്പി വെക്കുമ്പോൾ നമ്മൾ കോട്ടക്കൽ മണ്ഡലത്തിലോ പരിസര പ്രദേശത്തോ ഉള്ള ഒരു 25-30 പള്ളിയെടുത്താല് ആ പള്ളിക്ക് കുത്തുപടുത്തുന്ന ആരാ? എല്ലാം ജിന്നാള്. ഓലെ വാശി പറഞ്ഞ എല്ലാം ജിന്നാള്. എന്താപ്പ ചെയ്യ റബ്ബെ, എങ്ങനെയൊക്കെ ആയോ? നമുക്കിത് അറിയില്ലല്ലോ, ഓലൊക്കെ എങ്ങനെ ആയോ? പല മനുഷ്യന്മാരും വേദനിക്കുക, എന്തേ ഒരിക്കൽ പറ്റിയത്? ഇത്ര കാലം തൗഹീദ് പറഞ്ഞ ഇവര് എന്തേ ഇപ്പൊ ജിന്നിനോട് തേടാന്നോ? എന്താ റബ്ബേ കേൾക്കരുത്? എന്നോട് ഒരുത്തൻ പറഞ്ഞു, അട്ടത്തുനിന്ന് വിറകെടുക്കാൻ ആളില്ലെങ്കിൽ ജിന്ന് എടുത്തിരുന്ന ഒരാളിനോട് പറഞ്ഞു, ഞാൻ 3 ഒന്ന് കൊടുത്തു. ഞാൻ പറഞ്ഞു, 1 കൊടുത്താൽ പോരാ, 2ാമത്തെ കൊടുക്കണം. 2ാമത്തോട് കൊടുക്കണം, 1 കൊടുത്താൽ പോരാ. അങ്ങനെ ഒരുത്തൻ പറഞ്ഞു, അപ്പ കൊടുക്കണവന്. ഈ കാലം വരെ എവിടെ നമ്മൾ കണ്ടേക്കണം? അതിന് അർത്ഥം ജിന്നിനെ എടുത്തരാൻ കഴിയൂല എന്നല്ല, പക്ഷെ അങ്ങനത്തെ സിസ്റ്റം നമ്മളും അവരും തമ്മിൽ അത് നിശ്ചയിച്ചിട്ടില്ല. നമ്മളും അവരും തമ്മിൽ അങ്ങനത്തെ സിസ്റ്റം നിശ്ചയിച്ചിട്ടില്ല. നമുക്ക് ആ വഴി അല്ലാട്ട് അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ട് വിറകെടുക്കാൻ ആളുകൾ ജിന്നെ നിർത്തരോ എന്ന് ചോദിക്കാനും പറ്റില്ല. അങ്ങനത്തെ വകുപ്പേ നമുക്കില്ല. വണ്ടി പഞ്ചറായി, ഒന്ന് തള്ളിത്തരോ, ഒന്ന് ടയർ ശരിയാക്കി തരോ, ജിന്നോട് ചോദിക്കാൻ പറ്റൂല. ചോദിച്ച കുറ്റക്കാരനാവോനെ, കുറ്റക്കാരനാണോന്, ശിക്ഷാർഹനാണ്. തൗബ ചെയ്തോളം പഠിച്ചവനോട് അങ്ങനത്തെ വഴി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഇല്ല. ഒരാളും ജിന്നിന്റെ പിന്നാലെ പോയിട്ടില്ല, പോകാട്ട് പാടില്ല.
പക്ഷേ ഇയാൾ ഉണ്ടാക്കി വിട്ട ഈ പ്രചാരണം അവസാനം നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യമായി ഈ KKP അബ്ദുള്ള ചാരനാണ് എന്ന്. നിലമ്പൂരിൽ വെച്ച് ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന സെക്രട്ടറി MM അതിനെ പ്രഖ്യാപിച്ചു, KKP ചാരനാകുന്നു. അപ്പോഴേക്ക് അയാൾ ചാരപ്പണി 3/4 ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 3/4 ഭാഗം ചാരപ്പണി കഴിഞ്ഞു. പിടിക്കപ്പെട്ടു കണ്ടപ്പോ മൂപ്പര് വല്ല തിരിച്ചുപോയി, മടങ്ങിപ്പോയി. ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്. ഇനി വിടക്കാൻ പറ്റില്ല, പിടിക്കപ്പെട്ടല്ലോ, അവിടെ തന്നെയുണ്ട്. പക്ഷെ 3/4 ഭാഗം മുമ്പോട്ട് എത്തിയപ്പോഴേക്ക് ഈ 1/4 ഭാഗമേ ബാക്കിയുള്ളൂ. നേതാക്കന്മാർ പലരും വിശ്വസിച്ചു ഇവിടെ എന്തൊക്കെ അപകടമുണ്ട്, ഓൻ ചാരം തന്നെ, ഓനാണ് ഒഴിവാക്കിയെങ്കിലും അപകടം ഇവിടെ ഉണ്ട് എന്നൊരു വിശ്വസിച്ചു. കാരണം അത് ഉണ്ടാക്കിയെടുത്ത ധാരണയായിരുന്നു, ഈ ചാരൻ ഉണ്ടാക്കിയ ധാരണയായിരുന്നു. പക്ഷേ ഓൻ പോയപ്പോ ഓൻ വെറും കൈയോടെ പോയില്ല, പകരം പോരാളെ വെച്ചു. ഇടത്തനാട്ടുകാർക്കാർ സുല്ലമി, അബ്ദുൽ നാസർ സുല്ലമി എന്ന പേര്. പകരം പ്രതിഷ്ഠിച്ച മറ്റൊരു ചാരൻ, നിങ്ങൾ അയാളെ പ്രസംഗം ശ്രദ്ധിക്കണം, അയാൾ പറയുന്നത് കേൾക്കണം. അയാൾ സാക്ഷാൽ ചാരനാണ്. ഈ തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കാൻ കയറി വന്ന 3/4 ഭാഗം മറ്റോ ഓടിയിട്ടുണ്ട്, ഈ ബാക്കി കാലേ ഓടാനുണ്ട്. അതുകൊണ്ട് ആ റിലേ ഓട്ടത്തിലെ ബാറ്റൺ KKP അങ്ങോട്ട് കൈമാറി, അതും വാങ്ങിട്ട് ഓടി ഇറങ്ങി. പിന്നെ നാട് നടന്ന് ഇപ്പോൾ ഇത് തന്നെ പ്രസംഗിക്കുന്നു. 2009 വരെ അയാൾ മടവൂരികളെ കൂടെയാണ്. അന്ന് ഈ വിവാദമുണ്ടായപ്പോൾ അയാൾ നാട് നീളെ അന്ന് പ്രചരിപ്പിച്ചതും അയാൾ വിശ്വസിച്ചതും എന്താ? ഇതെല്ലാം ശിർക്കാണ്, KNMകാർ ശിർക്കിലാണ്, ഇവരൊക്കെ അപകടത്തിലാണ്, ഇത് ശിർക്കാണ് എന്ന് 2009 വരെ വ്യാപകമായി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഈ നാസർ സുല്ലമി 2009 അവസാനം അയാൾ ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് മാറിയാണ്. 2 കോലത്തിൽ മാറാം. അപ്പൊ ഞാൻ സുന്നിന് മാറിയ മനസ്സിലാവും. എന്തിനാ മാറിയത്? 2 നിലയ്ക്ക് വ്യാഖ്യാനിക്കാം നമുക്ക്. കുറെ കാലം സുന്നിയിൽ നിന്ന് തവസ്സുലും ഇസ്തിഗാസയും ജാറവും മാലിയും മൗലീദും എല്ലാം ന്യായീകരിച്ച ഒരാള് പിന്നെ മുജാഹിദാകുമ്പോൾ 2 നിലയ്ക്ക് വരാം. ഒന്നുകിൽ അതൊന്നും ശരിയല്ല എന്ന് മനസ്സിലായി, ഇപ്പുറത്താണ് ശരിയെന്ന് ബോധ്യമായി, ഇപ്പുറത്തേക്ക് വരണം. അതാണ് ഒന്ന്. പക്ഷെ ഇവിടെ വന്നിട്ട് മുജാഹിദ് സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പറയാ ജാറം കെട്ടാൻ കുഴപ്പമില്ല, അവിടെ പോയി തേടാം കുഴപ്പമില്ല, ഈ വക ഏർപ്പാടെല്ലാം പറ്റും, പ്രശ്നമില്ല എന്ന് ഞാൻ പ്രസംഗിച്ച എന്ത് മനസ്സിലാക്കണം? മറ്റേ മുടി കൊണ്ടുവന്ന കാന്തപുരം മുസ്ലിയാര് ഇയാളെ പറഞ്ഞയച്ചതാ ഇത് പൊളിക്കാൻ എന്ന് മനസ്സിലാക്കണം. ഇയാൾ 2009 വരെ നാട് നീളെ പ്രചരിപ്പിച്ചത് ഇത് ശിർക്ക് തന്നെ, മൗലവി വിഭാഗം ശിർക്കിൽ തന്നെ, KNMകാർ ശിർക്കിൽ തന്നെ, അതുകൊണ്ട് ഞങ്ങളാണ് ഒറിജിനൽ മുജാഹിദ്. പിന്നെ അയാൾ ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പയാണ് നാട് നീളെ നടന്ന് പ്രസംഗിക്കുന്ന എന്താ? ഇതെല്ലാം അന്ധവിശ്വാസമാണ്, ഇതെല്ലാം ശിർക്കാണ്, അതുകൊണ്ട് ഇത് ശിർക്കാന്ന് പറയുന്നോ മാത്രം ഇവിടെ നിന്നാ മതി, അല്ലാത്തവരൊക്കെ പോയിക്കോളീന. അപ്പൊ എന്തിനാ അയാൾ വന്നത്? എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? ഇയാൾ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ശിർക്കുണ്ടെന്ന് ഉറപ്പാവുകയും ശിർക്കില്ലാത്ത മടവൂരിൽ നിൽക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ പിന്നെ ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ ശിർക്ക് തന്നെ പറയുന്നുവെങ്കിൽ അയാൾ തൗഹീദ് എന്ന് ശിർക്കല്ലേ പോകുന്നത്? എന്തിനാ അയാൾ പോകുന്നു? അപ്പുറത്തെ തൗഹീദ് ഇപ്പുറത്തെ ശിർക്കുമാണെങ്കിൽ എന്തിനാ ശിർക്കിലേക്ക് വന്നു? അല്ലെങ്കിൽ ഇത് ശിർക്ക് അല്ലാതെ ബോധ്യമായിട്ട് ഇങ്ങോട്ട് വരണം, അതുണ്ടായിട്ടില്ല. ഇത് ശിർക്കല്ല എനിക്ക് ബോധ്യമായി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്നാണെങ്കിൽ ന്യായമാണ്. ഇവിടെ വന്ന് സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങളൊക്കെ പിന്നെ അവിടുന്ന് ഓടിച്ചിട്ട് ഇപ്പൊ അയാള് പറയാ ഇത് ശിർക്ക് തന്നെയാണ്. അവസാനം കൂട്ടി വായിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ വിചിന്തനത്തിൽ നമ്മൾ കണ്ടു, മടവൂരികളോട് നിങ്ങൾ KNM നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നൊരു പ്രഖ്യാപനം. ഈ 1-ാം തീയതി ഇറങ്ങിയ വിചിന്തനം, ഈ ഫെബ്രുവരി 1-ന് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ വിചിന്തനത്തിന് കണ്ടു 2-ാമത്തെ പേജില് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി എഴുതിയത്, ഇടക്കാലത്ത് പിരിഞ്ഞുപോയ ആളുകൾ അവരും പ്രത്യേകം ശ്രദ്ധിക്കണം, മുജാഹിദ് പ്രസ്ഥാനം ആരുടെ മുന്നിലും വാതിലുകളെ കൊട്ടിയടച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ദുർബല ഹദീസുകാരെ ഒറ്റപ്പെടുത്തി തൗഹീദ് പ്രവർത്തനവുമായുള്ള ഈ മുന്നേറ്റത്തിൽ KNM നേതൃത്വത്തോട് ഐക്യദാർഢ്യം നിങ്ങൾ പ്രഖ്യാപിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി, ബാക്കി 4 ഭാഗം കൂടി ആൾ ഓടിത്തീർത്തു. അപ്പോഴാണ് നമ്മളൊക്കെ ജിന്നിന്റെ ആൾക്കാരായത്, അല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജിന്നിന്റെ പിന്നാലെ പോയിട്ടില്ല. ജിന്നുണ്ടെന്ന് വിശ്വസിച്ചതാണോ ജിന്നൂരിയാവാൻ കാരണം? എങ്കിൽ നമ്മളൊക്കെ തന്നെയാണ്.
ജിന്നുണ്ട് വിശ്വസിക്കുന്നു. നീ ജിന്ന് കാഴ്ചയും കേൾവിയും ഉണ്ട് വിശ്വസിച്ചതാണോ? അതും പ്രമാണം പഠിപ്പിച്ചതാണ്. ജിന്നുകൾക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്. അവർ സഞ്ചരിക്കും, അവര് എല്ലാ ഭാഗത്തും ഉണ്ടാവാം. ജനപ്രദേശത്തോ വിജനപ്രദേശത്തോ എവിടെയും ഉണ്ടാകാം. അവര് ഭൂനിവാസികളാണ്. വിശദമായി അറിയാൻ അമാനി പരിഭാഷയിലെ സൂറത്തുൽ ഹിജ്റിന്റെ അവസാനത്തിലുണ്ട് ജിന്നും ശൈത്വാനും എന്ന വ്യാഖ്യാനക്കുറിപ്പ്. ഒന്ന് വായിച്ചു നോക്കണം എല്ലാവരും. അമാനി മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷയിൽ സൂറത്തുൽ ഹിജ്റിന്റെ അവസാനത്തിലുള്ള ജിന്നും ശൈത്വാനും എന്ന വ്യാഖ്യാനക്കുറിപ്പ് അത് പറ്റുമെന്ന് നമ്മൾ വായിക്കാം. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകം, അതിന്റെ ആദ്യ അധ്യായം ഇതാണ്. അതൊന്ന് വായിക്കുക. അതേപോലെ അമാനി മൗലവിയുടെ തന്നെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായം വിവിധ വിഷയങ്ങൾ എന്ന ഭാഗം അതൊന്ന് വായിക്കുക. അതിലുള്ളതിനപ്പുറം ഒരു ഹറഫ് നമ്മളാരും വിശ്വസിക്കുന്നില്ല. അതിലുള്ളതെന്തോ അതിനപ്പുറം ഒരു ഹറഫ് വിശ്വസിക്കുന്നില്ല. എന്നാലും ഈ വിശ്വാസം ജിന്നൂരിന്റേതാണെങ്കിൽ ഈ പറയപ്പെട്ടവരൊക്കെ നമ്മളൊപ്പുണ്ട്. അമാനി മൗലവി ഉണ്ട്, ഉസ്മാൻ സാഹിബ് ഉണ്ട്, സൽസബീൽ ഉണ്ട്, എല്ലാം ഉണ്ടാവും. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. കെ എം മൗലവി ഉണ്ട്. കെ എം മൗലവിയുടെ ഫത്വകളിൽ ഒന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കണം. കെ എം മൗലവിയുടെ ഫത്വകൾ യുവത പുറത്തിറക്കി. ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായം ഉറുക്കും മന്ത്രവും ഏലസും ജിന്നും ശൈത്താനും എല്ലാം ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ അധ്യായം. അത് നമ്മളത് വായിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനും പോയിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനും പോയിട്ടില്ല. അയാൾ പോകാവതും അല്ല. ഒരു മുജാഹിദും പോവുകയുമില്ല. ജിന്നിനോട് തേടാന്നോ സഹായം ചോദിക്കാന്നോ, പുഴയിൽ മുങ്ങുമ്പോ ജിന്നേത് വിളിക്കാന്നോ, വിജനപ്രദേശത്ത് ജിന്നിനോട് സഹായം ചോദിക്കാമെന്നോ ഒരു തൗഹീദുള്ള മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ പറയില്ല, പറഞ്ഞിട്ടില്ല. സംശയം വേണ്ട. അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കുറച്ച് അല്പം സമയം വേണം. അപ്പൊ ഏതായാലും ആ രംഗത്ത് അത്തരം ഒന്നും സംഭവിച്ചിട്ടില്ല തീർച്ചയാണ്. പക്ഷേ ഇയാൾ ഉണ്ടാക്കി വെച്ച ഈ കുപ്രചാരണങ്ങൾ, അത് ഏറ്റവും പ്രചരിപ്പിച്ച ഈ ചില മനുഷ്യന്മാർ, അത് വിശ്വസിച്ചു പോയ നമ്മുടെ ചില ശുദ്ധരായ നിഷ്കളങ്കരായ വളവും തിരുവുമറിയാത്ത നേതാക്കന്മാർ, അപ്പൊ ഓലാഴ്ച ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. തൗഹീദിന് പോയാ പിന്നെ ഓ മുജാഹിദല്ലല്ലോ, ഓനെ പിടിച്ച് പുറത്താക്കുക. അങ്ങനെ ഒന്നിനെ പിടിച്ച് പുറത്താക്കിയപ്പോഴാ സംഗതി മനസ്സിലായി ഒന്ന് മാത്രമല്ല, ഇതപ്പുറത്ത് രണ്ടാമത്തെ പിന്നുണ്ട്. അപ്പൊ അതും പുറത്താക്കി, പിന്നെ അടുത്തും പുറത്താക്കി ആക്കി നോക്കുമ്പോ അവസാനം പറ്റപ്പിടുത്തം വിട്ടക്കിട്. എന്നാ പിന്നെ ഒന്നാകെ വിരിച്ചുവിടാ. അങ്ങനെയാണ് ഒരു 50 വയസ്സിന്റെ കാർഡ് പോലും അയക്കാതെ ISM-നെയും MSM-നെയും MJM-നെയും ഒന്നാകെ വിരിച്ചിട്ടത്. ISM-ന്റെ പല സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും രാവിലെ പത്രം വായിക്കുമ്പോ പേപ്പറിലെ ന്യൂസ് ഇന്നെ പുറത്താക്കിക്കുന്നത്. അപ്പളാ പറഞ്ഞതിന് സാധാരണഗതിയിൽ ഒരു ശാഖയിലെ ഒരു സാധാരണ മെമ്പറെ പുറത്താക്കാൻ പോലും ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട്. ഒരു സാധാരണ മെമ്പർ ആദ്യം ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം. അവനെ പറ്റി പരാതി അവിടെ കിട്ടണം ആദ്യം. ഈ പരാതി അടിസ്ഥാനമാക്കി ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം. കാരണം കാണിക്കൽ നോട്ടീസ്, നിങ്ങളെ പറ്റി ഇങ്ങനെ പരാതി ഉണ്ട്, വല്ല ന്യായവും ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കണം. സമയം കൊടുക്കണം. അതിന് 2 ആഴ്ച 3 ആഴ്ച 1 മാസം സമയം കൊടുക്കണം. ആ സമയത്ത് ഓൻ ചെന്നിട്ട് അവന്റെ വിശദീകരണം പറയണം, അത് കേൾക്കണം, എന്നിട്ട് അത് അന്വേഷിക്കണം. ആ വിശദീകരണം തൃപ്തികരമല്ലാതാവണം. എന്നിട്ട് സംസ്ഥാന സമിതി യോഗം ചേരണം. ആ സമിതിയിൽ ഇവന്റെ വിശദീകരണം വെക്കണം. അതേപ്പറ്റി ആലോചന വേണം. അങ്ങനെ ന്യായമല്ലാതെ ബോധ്യമാകണം. അങ്ങനെ അവിടുന്ന് പിരിച്ചുവിട്ട കത്തുവന് കിട്ടണം. ഇത് ISM MSM ഒന്നാകെ പിരിച്ചിട്ടിട്ട് പേപ്പറിൽ വായിക്കുമ്പോൾ അറിയണത് ഓനെ പുറത്താക്കിയതാണ്. എന്നിട്ട് പോലും തിരിച്ചൊരു പ്രതികരണം പോലും നിർവഹിച്ചില്ല ISM-നെയും MSM-നെയും MJM-നെയും നേതാക്കന്മാർ. ആവട്ടെ, നമ്മുടെ നേതാക്കന്മാർ തെറ്റിദ്ധരിച്ചതാണ്. അവർക്ക് ബോധ്യപ്പെട്ടു കൊടുക്കാനുള്ള പടയമെടുക്കുക എന്ന് അപ്പോഴും ആലോചിച്ചത്. ഒരു തെറ്റിദ്ധരിച്ചതാണ്. അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. അവരെ ബോധ്യപ്പെടുത്താം, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്ന് അവർ ചിന്തിച്ചത്. അതുകൊണ്ട് ആ ദഅവത്ത് ഏറ്റെടുത്ത് ആ ദഅവരംഗത്തേക്ക് നമ്മൾ ഇറങ്ങിയത്. നമ്മളാരും എവിടെ പോയിട്ട് നമ്മൾ പിന്നെ അല്ലാത്തൊരു വഴിയിലേക്ക് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തൗഹീദിന് ഒരിക്കലും ഒരു അബദ്ധം വന്നുകൂടാ. അല്ലാഹ് എന്നല്ലാത്തൊരു വിളി, യാ അല്ലാഹ് എന്നല്ലാത്തൊരു വിളി തല പോയാൽ പോലും, ജീവൻ പോയാൽ പോലും ഒരു മുജാഹിദിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ഒരിക്കലും വരാപതല്ല. നമ്മുടെ ദുആ, നമ്മുടെ സഹായാത്ര, നമ്മുടെ പ്രാർത്ഥന 100% പടച്ച റബ്ബിനോട് മാത്രം, അല്ലാത്തൊരാളോടുമില്ല. പ്രാർത്ഥന അല്ലാത്ത വിളികളോ
പ്രാർത്ഥന അല്ലാത്ത വിളികളോ, കടം ചോദിച്ച വിളി, നേരത്തെ പറഞ്ഞല്ലോ, ഒരു കടം ചോദിക്കല്, മറ്റൊരു ആവശ്യത്തിനുമായി ഒരാളെ സമീപിക്കല്, ഈ വക സംഗതികളോ അത് മനുഷ്യനോട് മാത്രം അനുവദിക്കപ്പെട്ട വഴികളിൽ മാത്രം. അല്ലാത്തൊരു പടപ്പിനോട്, ജിന്നിനോടില്ല. ജിന്നിനോട് പ്രാർത്ഥനയുമില്ല, പ്രാർത്ഥന അല്ലാത്ത വിളി രണ്ടുമില്ല. നമുക്ക് രണ്ടും ചോദിക്കുന്നില്ല. പ്രാർത്ഥനായ വിളി ഏതായാലും ഇല്ല, അത് ജിന്നിനോടും ഇൻസിനോടും ഇല്ല, അള്ളാഹിനോട് മാത്രം. ഈ പ്രാർത്ഥന അല്ലാത്ത വല്ലതും ജിന്നൊരു 10 രൂപ വായ്പയോ എന്ന് ചോദിക്കാൻ പറ്റോ? അതും പറ്റൂല, അതും പാടില്ല. പ്രാർത്ഥന ആവട്ടെ ആകാതിരിക്കട്ടെ, ഒരൊറ്റ വിളിയും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. പ്രാർത്ഥന ആകുന്ന വിളിയാണോ ശിർക്ക് തന്നെ, പ്രാർത്ഥന ആകാത്ത വിളിയാണോ ഹറാം തന്നെ, കുറ്റകരം തന്നെ. ആ രീതിയെ നമുക്കില്ല. അതിനാൽ തൗഹീദ് മുറുകെ പിടിക്കുക. തൗഹീദിൽ നിന്ന് വഴിമാറി പോകാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം 100% നമ്മൾ മാറിയിരിക്കുക. തെറ്റിദ്ധരിച്ച ആളുകൾ, തൗഹീദ് നഷ്ടപ്പെട്ടുവെന്ന് നമ്മെ കുറിച്ച് തെറ്റിദ്ധരിച്ചവർ, ഏറെ സ്നേഹിച്ചവർ അകന്നവരുണ്ട് നമ്മോട്. ഏറെ സ്നേഹിച്ചവർ അകന്നവർ 100% തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം, അല്ലാത്ത ഒന്നുമില്ല. 100% തെറ്റിദ്ധരിച്ചത് മാത്രം. ഏറെ സ്നേഹിച്ചവർ അകന്നു പോയവർ, പരസ്പരം മിണ്ടാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടത്തിൽ മനുഷ്യന്മാരെത്തി. നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക, ഇല്ല, അത്തരമൊരു വ്യതിയാനമില്ല, അത്തരൊരു വൈകല്യമില്ല. ഉണ്ടെങ്കിൽ അവരാ സമീപനമെല്ലാം ന്യായം തന്നെയാണ്. ആ വൈകല്യം ഉണ്ടെങ്കിൽ ആ സമീപനം ന്യായം തന്നെ. പക്ഷെ ആ വൈകല്യമില്ല, ആ വ്യതിയാനമില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. 100% തൗഹീദ് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, ശിർക്കിനെ പേടിച്ചുകൊണ്ട്, ശിർക്ക് വരുമോ എന്ന ആശങ്കയോടുകൂടി ശിർക്കിനെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ മുജാഹിദും ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. ആ ശിർക്കിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നാടും വീടും കുടുംബവും ഒഴിവാക്കിയത്. ആ ശിർക്കിനോടുള്ള അലർജി ഒന്നുകൊണ്ടാണ് മാതാപിതാക്കളോട് വിട പറയേണ്ടി വന്നത്. ആ ശിർക്കിനോടുള്ള അലർജി ഒന്നുകൊണ്ട് മാത്രമാണ് ഒരുപാട് സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്. ആ ശിർക്കിനോടുള്ള അലർജി ഒന്നുകൊണ്ട് മാത്രമാണ് സാമ്പത്തികമായ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാമായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ചത്. എന്ന ആളുകൾ ശിർക്കിന്റെ പിന്നാലെ പോയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ആരോപണമാണ്. വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, സഹിക്കാനാവാത്ത വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. നാഥനോട് നമ്മൾ ദുആ ചെയ്യുക, റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. റബ്ബേ, തൗഹീദ് നിർത്താൻ, ശിർക്കിലേക്ക് വഴിമാറാതിരിക്കാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം നമ്മളൊക്കെ ശിർക്കിലേക്ക് പോയി എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഇല്ല, പോയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തൗഫീഖിന് വേണ്ടി കൂടി ദുആ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ദുആയിൽ ഉൾപ്പെടേണ്ട മറ്റൊന്ന്, ഈ ഫിത്നകളും ഈ പ്രശ്നങ്ങളും ഏതൊരുത്തന്റെ തലയിൽ നിന്നാണോ ഉത്ഭവിച്ചത് അയാളെ പരാജയപ്പെടുത്തണേ എന്ന ദുആ നമ്മിൽ ഉണ്ടാകണം. അതാരായിക്കോട്ടെ, ഞാനാണെങ്കിൽ എനിക്ക് ആ പ്രാർത്ഥന വരട്ടെ. ഈ ഫിത്നയുടെ എല്ലാം ഉത്തരവാദിത്തം, ഇതിനെല്ലാം തുടക്കം, ഇതിനെല്ലാം നേതൃത്വം അത് ഞാനാണെങ്കിൽ, എന്റെ തലയിൽ നിന്നാണെങ്കിൽ ആ ദുആ എനിക്കെതിരെ വരട്ടെ. സക്കരിയ സുലാഹിയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോകട്ടെ, ബാലുശ്ശേരിയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോകട്ടെ. ആരാണോ ഈ പ്രശ്നത്തിന്റെ തുടക്കക്കാർ, ആരാണോ ഈ ഫിത്നയുമായി വന്നവർ, ആരാണോ ഈ തൗഹീദി മുന്നേറ്റത്തെ ഇത്രയേറെ പ്രയാസമുണ്ടാക്കാൻ തുടക്കമിട്ടവർ, അല്ലാഹ് പരാജയപ്പെടുത്തണമെന്ന ദുആ നമ്മിൽ നിന്നുണ്ടാകണം. സംശയിക്കണം, നമുക്ക് ധൈര്യമായി പ്രാർത്ഥിക്കുക. അതാരാണെങ്കിലും ദുനിയാവിൽ നിന്ന് അവർ അനുഭവിക്കും, അനുഭവിക്കാതിരിക്കില്ല. അതിന് മാത്രം കണ്ണീരുകൾ അതിന്റെ പേരിൽ ഇന്ന് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, അയാൾ മാസങ്ങളായി ഇടവിട്ട ദിവസങ്ങളിൽ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു. ദാവൂദ് നബിയുടെ നോമ്പ് നോക്കുന്ന ഇയാളാണ് എന്ന് എന്നോട് ആൾ പരിചയപ്പെട്ട ആളെ കുറിച്ച്, എന്തിന് ഈ പ്രശ്നങ്ങൾ അവസാനിച്ചു കിട്ടാൻ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് തീർന്നു കിട്ടാൻ, ഈ പ്രയാസങ്ങളിൽ നിന്ന് നീങ്ങി കിട്ടാൻ, തൗഹീദിന്റെ വഴിയിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ, ഈ ആരോപണങ്ങളുടെ സ്ഥിതി ഒന്ന് ബോധ്യമായിട്ട് ആ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന ആ താല്പര്യത്തിന് റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാൻ ഇടവിട്ട ദിവസങ്ങളിൽ മാസങ്ങളായി നോമ്പ് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു കുവൈത്തിൽ വെച്ച്. എത്ര മനുഷ്യന്മാർ
മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ തഹജ്ജുദ് നിസ്കരിച്ച് ആ സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരായി മാറിയില്ലേ മുവഹിദീങ്ങൾ മിക്കവാറും ആളുകൾ. എത്ര പ്രയാസമുണ്ട് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ, ജുമുഅക്ക് ചെല്ലുമ്പോൾ, ജമാഅത്തിന് ചെല്ലുമ്പോൾ കൂടെ നടന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ പോലും അവന്റെ നോട്ടം, അവന്റെ മോശമായ സമീപനം, അവന്റെ മോശമായ പെരുമാറ്റം, അവന്റെ സംസാരം പിടയ്ക്കുന്ന മനസ്സോട് കൂടിയല്ലേ നമ്മളെ ഏറ്റെടുത്തത്. എത്ര പ്രയാസങ്ങൾ നമ്മളൊക്കെ സഹിച്ചു, എത്ര ബുദ്ധിമുട്ടുകൾ ഇതിനെ അനുഭവിച്ചു, എത്ര കണ്ണീര് ആരും കാണാതെ നമ്മുടെ എല്ലാം കണ്ണിൽ നിന്നൊഴുകി. കുടുംബത്തെ നോക്കാൻ പോലും നമുക്കിന്ന് മനസ്സ് കിട്ടുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വീട്ടിലും കുടുംബത്തിലും ഉണ്ടായിട്ടും അത് പോലും മറന്നുകൊണ്ട്, അത് ശ്രദ്ധിക്കാതെ, അതിലേക്ക് നോക്കാതെ ഇറങ്ങി തിരിച്ച് ഈ വഴിയിലേക്ക്, ഈ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചവരല്ലേ നമ്മളൊക്കെ. സ്വന്തം മക്കളെ പോലും മര്യാദക്ക് പരിചരിക്കാൻ പോലും മനസ്സ് സഹിക്കുന്നില്ല. കാരണം നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ച നമ്മുടെ പ്രസ്ഥാനമിതാ, നമ്മുടെ ആദർശമിതാ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്, വഷളാക്കപ്പെടുകയാണ്. നോക്കി നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ, ഒന്നും നോക്കാതെ റഹ്മാനായ റബ്ബിന് എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് നേരം വെളുത്ത പുറത്തിറങ്ങുന്ന ഈ സാഹചര്യം ഉണ്ടായത് ഏതോ ഒരുത്തന്റെ തലയാണ്, സംശയമില്ല. ഏതോ ഒരുത്തന്റെ തല. ആ ഒരുത്തനെതിരെ അത് ആരാണെന്ന് റബ്ബിനറിയാം, അതാരാണെന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മുടെ പരാതികൾ നമ്മൾ സമർപ്പിക്കുക. ആ റബ്ബിനോട് പറയുക, നാഥ ആരാണോ ഇതിനെല്ലാം കാരണക്കാർ, പരാജയപ്പെടുത്തണേ എന്ന് നമ്മൾ ദുആ ചെയ്യുക. തൗഹീദ് അടിയുറച്ച് നിൽക്കുക, ശിർക്കിലേക്ക് പോകാതിരിക്കുക. ഒരൊറ്റ സൃഷ്ടിയോട് ഒരു തേട്ടം നമുക്കില്ല, ഒരാളോട് ഒരു പാത്രം നമുക്കില്ല, ഒരു വിഷയത്തിലും നമുക്കൊരാളോടും തേട്ടമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്കില്ല. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതെന്തോ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാത്ത ഒന്നുമില്ല. ദുർബല ഹദീസ് നമുക്ക് വേണ്ട, നിർമ്മിത ഹദീസ് നമുക്ക് വേണ്ട. സ്വഹീഹായ ഹദീസുകൾ തന്നെ മുഴുവൻ പ്രാവർത്തികമാക്കാൻ സാധുക്കളായി നമുക്ക് സാധിക്കുന്നില്ല എന്ന് നമ്മൾ പിന്നെ ദഈഫിന്റെ പിന്നാലെ പോവുകയോ. ദഈഫായ ഹദീസ് പ്രമാണമല്ല എന്ന് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് നമ്മളാണ്. എല്ലാ മൗദൂഉം, എല്ലാ ദഈഫും, എല്ലാ കള്ളക്കഥയും, എല്ലാ വാറോലയും പ്രമാണമായി സ്വീകരിച്ച സമസ്തക്കാരനോട് ദഈഫ് സ്വീകാര്യമല്ലെന്ന്, മൗദൂഅ് സ്വീകാര്യമല്ലെന്ന് പഠിപ്പിച്ചത് മുജാഹിദുകളായ നമ്മളാ. നമ്മൾ പിന്നെ ദഈഫിന്റെ പിന്നാലെ പോകുമെന്നോ? പിന്നെ എന്തിനാ വിളിക്കാനാണോ? അല്ല. വിളിക്കാനാണോ? അല്ല. വിജനപ്രദേശങ്ങളെ വിളിക്കാമെന്ന് പഠിപ്പിക്കാനാണോ? ഒരിക്കലുമല്ല. പിന്നെന്തിന് ദുർബലമായ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്നപ്പോൾ ദുർബലമാണെന്ന് പറയുകയും ഈ വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രം. ഒരു കള്ള ഹദീസ് ഉണ്ട്, മൻ അകദൽ ബിത്തീഖ ദഖലൽ ജന്ന, ബത്തക്കന സ്വർഗ്ഗത്തിൽ കടക്കും. ഒരുത്തൻ ഈ ഹദീസ് ഓതിയിട്ട് പറയാ, ഈ ഹദീസ് ഓതിയിട്ട് ഒരു മനുഷ്യൻ അർത്ഥം വെച്ചു സങ്കല്പിക്കുക, ആപ്പിൾ സ്വർഗ്ഗത്ത് കടക്കും. തെളിവെന്താ? മൻ അകദൽ ബിത്തീഖ ദഖലൽ ജന്ന. നമ്മൾ എന്ത് പറയും? ചങ്ങാതിയെ, ഒന്നങ്ങനത്തെ ഹദീസ് തന്നെ ഇല്ല, അങ്ങനത്തെ ഹദീസ് ഇല്ല, കള്ളക്കഥയാണ്. ഇത് വെച്ച അർത്ഥം തെറ്റുമാണ്, വെച്ച അർത്ഥം തെറ്റാ. ആപ്പിൾ തിന്നാൾ എന്നല്ല, ബത്തക്ക തിന്നാൾ എന്നായിരുന്നത്. അതാവട്ടെ ദുർബലവുമാണ്, നിർമ്മിലമാണ്, അങ്ങനത്തെ ഹദീസും ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞത് യാ ഇബാദല്ലാഹ് ഹദീസ് ദഈഫാണ്. ലൈഫ് ഹദീസ് എടുത്തു, അതിന് കുഴപ്പം. അത് എടുത്തിട്ട് എന്ത് പറഞ്ഞു? ഔലിയാക്കന്മാരെ വിളിക്കാം. അപ്പൊ നമ്മൾ പറയും, ഇല്ല ചങ്ങായി, ഔലിയാക്കന്മാരെ വിളിക്കാൻ തെളിവില്ല, മഹാന്മാരെ വിളിക്കാൻ തെളിവില്ല, സ്വഹീഹുമല്ല. ഇത് പറഞ്ഞതിനാണ് എന്തിനാ ദഈഫ് ഹദീസിന്റെ പിന്നാലെ പോണത് എന്ന് ചോദിക്കണം. നമ്മൾ എന്തിനാ പിന്നെ അതിന്റെ അർത്ഥം വെക്കാൻ പോണത്? യാ ദഈഫ് എന്ന് പറഞ്ഞാൽ പോരേനാ. ഓൻ ചെയ്തത് രണ്ട് പണി അന്യായമാണ് പഠിപ്പിച്ചു കൊടുക്കുക. ദഈഫാണ്, വെച്ച അർത്ഥം തെറ്റുമാണ് എന്ന് പറഞ്ഞുകൊടുത്തിലാണ്, അത് പൊക്കിപ്പിടിച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ദഈഫ് ഹദീസ് അല്ല പ്രശ്നം, ജിന്നും സിഹ്റും അല്ല പ്രശ്നം, ശൈത്താനും ജിന്നും എന്നല്ല പ്രശ്നം. മറിച്ച് മടവൂരികളുടെ ആ ഒരു അജണ്ട നടപ്പാക്കാനുള്ള ചില സ്റ്റെപ്പുകൾ അവർ ചെയ്തു. അത് തിരിച്ചറിയാൻ കഴിയാതെ അത് വിശ്വസിച്ചു. അങ്ങനെ ആ അജണ്ടയിലേക്ക് ചില രാഷ്ട്രീയക്കാരെയും ചില പണക്കാരെയും കാൽക്കലേക്ക് ഇത് കൊണ്ടുപോയിട്ട് അവരെ താല്പര്യത്തിലൊപ്പിച്ച് ഈ ഒരു സംരംഭത്തെ കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ്. അത് തൽക്കാലം
ജാഹിലികളെ വിശ്വസിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒക്കെ ഒന്ന് പൊട്ടിക്കണം. അതിനാണ് ജിന്നും ശൈത്താനും പറഞ്ഞത്. അതിനാണ് യാ ഇബാദത്ത് കൊണ്ടുവന്നത്. അല്ല നമ്മളാരും യാ ഇബാദത്ത് എടുത്തിട്ടില്ല, നമ്മളാരും ദഈഫ് ഹദീസുമായി ഇറങ്ങിയിട്ടില്ല. പലരും ചോദിക്കും എന്തിനാ മൗലവി ഏതാണ് ദഈഫ് എല്ലാം ഒഴിവാക്കിയ പോലെ കൊണ്ടുവന്നവനോട് പറയാ ഒഴിവാക്കാൻ. ഓൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തലി കെട്ടിവെച്ചിട്ട് അപ്പൊ ഇത് എനിക്ക് ബാധകല്ല എന്ന് പറഞ്ഞപ്പോ എന്തിനാ നിങ്ങൾ പറയാൻ പോണത് എന്ന് ചോദിച്ചാൽ അത് ന്യായമല്ലല്ലോ, അത് അർത്ഥമല്ലല്ലോ. അതുകൊണ്ട് അത്തരം കുപ്രചാരണങ്ങളെ, അത്തരം ദുഷ്ട താല്പര്യങ്ങളെ നാം തിരിച്ചറിയുക, വിഷയങ്ങൾ പഠിക്കുക, ദീന് പഠിക്കുക. ഏതാനും വിവാദമായ സ്ഥിതിക്ക് എന്താ ഈ സംഗതി എന്ന് പഠിക്കാൻ. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാസറ്റുകൾ മുഖാമുഖവും അല്ലാതെയും ഒക്കെയായുള്ള ഒരുപാട് കാസറ്റുകൾ ലഭ്യമാണ്. നമ്മളൊന്ന് വാങ്ങിക്കൊണ്ടുപോയി അതൊക്കെ ഒന്ന് കാണുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുസ്തകങ്ങളും കാസറ്റുകളും ഇറങ്ങുന്നുണ്ട്. നമ്മൾ ആരോടും വാശി നിൽക്കാനല്ല, ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും പരാജയപ്പെടുത്താനല്ല. ഒരു പ്രശ്നം വന്നപ്പോൾ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുക, എവിടെയാണ് വിവാദമുണ്ടായതെന്ന് മനസ്സിലാക്കുക. തൗഹീദ് നമ്മൾ ഉറച്ചു നിൽക്കുക, ശിർക്കിലേക്ക് പോകുന്നില്ല എന്ന ഉറപ്പ് വരുത്തുക. നാം ഈ ദഅ്വാ സംരംഭമായി മുന്നോട്ട് പോവുക. സംഘടനാ സംവിധാനം തൽക്കാലം ഉപയോഗിക്കാൻ പ്രയാസങ്ങളുണ്ടെങ്കിൽ വേണ്ട, എന്നാലും ശരി ദഅ്വത്ത് നിൽക്കരുത്, ദഅ്വത്ത് നിൽക്കരുത്. നമ്മളെല്ലാം KNM-കാരാണ്, നമ്മളെല്ലാം ISM-കാരാണ്, നമ്മളെല്ലാം MSM-കാരാണ്, സഹോദരിമാരെല്ലാം MGM-കാരാണ്. നമ്മളാരും വിട്ടുപോയിട്ടില്ല, നമ്മളെല്ലാം അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ ലേബലിൽ, ആ ഒരു സ്റ്റിക്കറിൽ വഴുതു വെക്കാൻ പാടില്ല എന്നാണോ? ആ സ്റ്റിക്കറിൽ ദഅ്വത്ത് പാടില്ല എന്നാണോ? ആ സ്റ്റിക്കറിൽ, ആ ലേബലിൽ തൗഹീദ് പറയാൻ പാടില്ല എന്നാണോ? ദീന് പറയാൻ പാടില്ല എന്നാണോ? പ്രമാണങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്നാണോ? എങ്കിൽ വേണ്ട, നമുക്ക് ദഅ്വത്ത് നിൽക്കണം, ദഅ്വത്ത് നടന്നുകൊണ്ടേയിരിക്കണം. അത് നിൽക്കാൻ പാടില്ല. ആളുകൾ ഖുറാഫാത്തിലേക്ക്, ശിർക്കിലേക്ക്, തോന്നിവാസത്തിലേക്ക് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ പ്രതികരിക്കേണ്ട ബാധ്യത മുജാഹിദുകളായ നമുക്കുണ്ട്. KNM-കാരായ, ISM-കാരായ, MSM-കാരായ, MGM-കാരായ നമുക്കുണ്ട്. അത് നാം തിരിച്ചറിഞ്ഞ് ദഅ്വത്ത് മുടങ്ങാതെ നാം കൊണ്ടുപോവുക. ശക്തമായ ശൈലിയിൽ തന്നെ, ആരെയും പരാജയപ്പെടുത്താനല്ല. ഇത്തരം ക്യാമ്പുകളും ക്ലാസുകളും വഅദുകളും പ്രഭാഷണങ്ങളും മുഖാമുഖങ്ങളും സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാമായി ആ ദഅ്വത്ത് രംഗത്ത് മറ്റൊന്നും നോക്കാതെ നമ്മൾ ഇറങ്ങുക. റഹ്മാനായ റബ്ബ് സഹായിക്കും, സംശയമേതുമില്ല. അല്ലാഹുവിന്റെ സഹായം അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാതെ ആര് സഹായിച്ചാലും അല്ലാഹ് കൈവിട്ടാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരും സഹായിച്ചില്ലെങ്കിലും അല്ലാഹ് സഹായിച്ചാൽ എല്ലാം ആവുകയും ചെയ്തു. അതുകൊണ്ട് ആ റബ്ബിലേക്ക് തിരിയുക. നാം ധാരാളമായി ദുആ ചെയ്യുക, റബ്ബിനോട് സങ്കടങ്ങൾ പറയുക, അവനോട് പരാതികൾ പറയുക. തെറ്റിദ്ധരിച്ച ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടി നാം നിർവഹിക്കുക. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം ഉൾക്കൊണ്ട് തൗഹീദ് മനസ്സിലാക്കി ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനും ശിർക്കിന്റെ നേരിയ ഒരു അംശം പോലും ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിക്കുവാനും റഹ്മാനായ നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമുള്ള ഉപകാരപ്രദമായ വല്ലതുണ്ടെങ്കിൽ ചോദിക്കാം. വെറുതെ ചോദിച്ച് തർക്കിക്കാനും ജയിക്കാനും എന്നല്ല. ഈ വിഷയത്തിൽ ഏകദേശം ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകും ഇപ്പോൾ തന്നെ. ഇനി ഏതെങ്കിലും അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട പോലും എന്റെ സംസാരത്തിൽ വിട്ടുപോയതോ നിർബന്ധമായും സദസ്സിന് ശ്രദ്ധയിൽപ്പെടേണ്ടതോ ഒക്കെ ആയ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ ആ നിലയ്ക്ക് ചോദിക്കാം. വളരെ പ്രസക്തമായ ചില സംശയങ്ങൾക്ക് നിവാരണമുണ്ടാക്കുക എന്നതാണ് 1 മണിവരെയുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മൈക്ക് ഈ മുൻഭാഗത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ചോദിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്ന് അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള എന്താ അറിയോ, നമ്മളിങ്ങനെ പരിപാടികൾ ഇങ്ങനെ ചേരി തിരിഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവൂലേ? പിന്നെ അതിനു മുമ്പായിട്ട് നമ്മളെ പണ്ഡിതന്മാരെല്ലാവരും ചേർന്ന് നേതൃത്വത്തോട് സംസാരിച്ച് ഒറ്റക്കെട്ടായിട്ട് പോവാൻ ഇപ്പോൾ തന്നെ തുടങ്ങിക്കൂടെ എന്നുള്ളതാണ് സംശയം. നിങ്ങൾ തീർക്കാൻ നേതൃത്വത്തോട് ഒറ്റക്കെട്ടായി ആവശ്യപ്പെടൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കൂടെ? അത് എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴല്ല, എന്നോ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 വർഷം മുമ്പേ തന്നെ അത്തരം ചർച്ചകൾ നമ്മളൊക്കെ ആവശ്യപ്പെടുകയും പക്ഷെ അതിന് പരിഹാരമില്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിനുശേഷം KJUവിന്റെ പേരിൽ ഒരു പുസ്തകം ഇറങ്ങി, ജിന്ന് പിശാച് റുഖിയ ശർഇയ്യ എന്ന പേരിൽ. പുസ്തകം ഇറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോട് പറഞ്ഞു, ഇറക്കുന്നതിന് മുമ്പ് ഒരു കോപ്പി
നമ്മുടെ ഉത്തരവാദപ്പെട്ട പ്രഭാഷകന്മാർക്ക് ഒന്ന് നൽകി അവരെ കൊണ്ടൊന്ന് വായിപ്പിക്കണം. ഇറക്കിയതിനു ശേഷം പിന്നീട് വല്ല അപാകതയും ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ കിട്ടിയ മറുപടി അത് പ്രസ്സിൽ കയറി കഴിഞ്ഞു എന്നാണ്. അന്നേ ആവശ്യപ്പെട്ടു. അപ്പൊ പറഞ്ഞ പുസ്തകം പ്രസ്സിൽ കയറി കഴിഞ്ഞു. പിന്നെ പുസ്തകം ഇറങ്ങിയപ്പോൾ ഒരുപാട് അപാകതകൾ. അങ്ങനെ ഉത്തരവാദപ്പെട്ട ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പർമാരായ 38 പണ്ഡിതന്മാർ ഇതിനെതിരെ ഇതിലുള്ള അബദ്ധങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്തുണ്ടാക്കി KJM ഔദ്യോഗികമായി കൊടുത്തു. ഇതിൽ ഇത്ര അപാകതയുണ്ട്, അതുകൊണ്ട് വേണ്ട നടപടി ചെയ്യണം. പക്ഷേ പല വേദി നമ്മൾ കേട്ടത് 38 പോത്തുകൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്. മറ്റു സ്ഥലത്ത് പറഞ്ഞ 38 വിഡ്ഢികൾ. അബ്ദുൽ ഖസുൽ മ്യാമയൂര് സുഹൈൽ ചുങ്കത്ത് അടക്കമുള്ളവരാണ് ആ പറയപ്പെട്ടവർ. അത് കഴിഞ്ഞ് പിന്നെയും ഈ വിവാദങ്ങൾ നാടുകൾ നടന്നപ്പോൾ നമ്മുടെ ബാധ്യത നമുക്ക് ഇനിയും നിർവഹിക്കണം എന്നതുകൊണ്ട് ഒരു അപേക്ഷയുണ്ടാക്കി KJM കൊടുത്തു. ഈ വിഷയത്തിൽ ചർച്ച വേണം, ഞങ്ങളെല്ലാം ആ ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം KJM മെമ്പർമാരായ 70ഓളം പണ്ഡിതന്മാരും പ്രബോധകന്മാരും എഴുതി തയ്യാറാക്കി അവരെല്ലാം ഒപ്പിട്ടുകൊണ്ടൊരു കത്ത് കൊടുത്തു. കഴിഞ്ഞ നവംബറിൽ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിളിക്കാം. ചിലപ്പോ കത്ത് അയച്ചോളണമെന്നില്ല, കാരണം കത്ത് അയച്ചാൽ കിട്ടാൻ സമയം പിടിക്കുമല്ലോ. അതുകൊണ്ട് ഫോൺ വിളിച്ച് പറയുള്ളൂ, അത്ര പെട്ടെന്നായിരിക്കും വിളിക്കുക. കത്ത് അയച്ച് അറിയിക്കാൻ മാത്രം ഗ്യാപ്പ് ഉണ്ടായിക്കോളണമെന്നില്ല. അത് നവംബറിലാണ് ആവശ്യപ്പെട്ടത്. കത്തും വന്നിട്ടില്ല, ഫോണും വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. അത്തരം ചർച്ചകൾ ആവശ്യപ്പെടായിട്ടല്ല, ഇപ്പോഴും നമ്മളെല്ലാം അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ഭാഗത്തും ഇപ്പൊ ചോദിക്കുന്നു, എന്തുകൊണ്ട് രണ്ട് വാദക്കാർക്കും ഒന്നിച്ചിരുന്നിട്ട് നമ്മൾ സംവാദം നടത്തിക്കൂടാ? അപ്പോഴും നമ്മളൊക്കെ പറഞ്ഞ എന്താ, നമ്മളെല്ലാം ഇപ്പോഴും ഒരേ സംഘടനയിലെ മെമ്പർമാരാണ്, KJU അംഗങ്ങളാണ്, KNM അംഗങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സംവാദം പബ്ലിക് നടത്തേണ്ടതല്ല, KJU മുമ്പിലേക്ക് നേതൃത്വം കൊടുക്കട്ടെ. രണ്ട് വാദക്കാരെയും KJU വിളിക്കട്ടെ. രണ്ടു കൂട്ടരും KJUവിന്റെ ഉള്ളിലുള്ളവരാണല്ലോ. അതുകൊണ്ട് KJU വിളിക്കട്ടെ എല്ലാവരെയും, എന്നിട്ട് KJU സംഘടിപ്പിക്കട്ടെ. അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ചർച്ചകളാകാം എന്നാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ പ്രതികരിച്ചത്. എത്രയോ സ്ഥലത്ത് ഇപ്പൊ ഇങ്ങനെ 11 മണിക്കിട്ട് സംവാദത്തിനുണ്ടോ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് പോലും അവിടെയും ആ സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ നടത്തേണ്ടതല്ല, അതൊരു ചട്ടലംഘനം തന്നെയാണ്. അതുകൊണ്ട് അത് വേണ്ട. KJM ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയം ഇനിയും ചർച്ച ചെയ്യാം. ഇത് തന്നെയാണ് നമ്മളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദഅവത്ത് നിൽക്കരുത് എന്നതുകൊണ്ട് ഈ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു എന്നേ ഉള്ളൂ. ദഅവത്ത് നിൽക്കാൻ പാടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ദഅവത്ത് നടക്കുന്ന സമയമാണ് നമ്മുടെ ഈ ഡിസംബർ അല്ലെങ്കിൽ നവംബർ മുതൽ ഏകദേശം മെയ് ജൂൺ വരെയുള്ള ഈ ഒരു 5-8 മാസം. ആ സമയങ്ങൾ നമ്മളും ഉണ്ടാകുന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഖുറാഫാത്തിനും കൂടുതൽ വളമായി മാറും. അത് ഉണ്ടായിക്കൂടാ എന്നതുകൊണ്ട് മാത്രം സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ ആ സംവിധാനം ഇല്ലെങ്കിലും ദഅവത്ത് നടക്കട്ടെ എന്ന നിലക്കാണ് ദഅവത്ത് നമ്മൾ ഇത്തരം വേദികൾ സംഘടിപ്പിച്ചത്. അല്ലാതെ ഇതും ഒരു വാശിക്ക് വേണ്ടിയോ ആരെയും പരാജയപ്പെടുത്താൻ വേണ്ടിയോ ഒന്നുമല്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഹാദിർ ഖാദിർ ഹയ്യുമായ ജിന്നിനോട് ചോദിക്കാമെന്ന് ജബ്ബാർ മൗലവിക്കും സക്കരിയ മൗലവിക്കും മുമ്പേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് മുമ്പും പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല, ശേഷവും പറഞ്ഞിട്ടില്ല. ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, സക്കരിയ സ്വലാഹിയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു വാദവും ഇല്ല. ഹയ്യും ഹാദിറും ഖാദിറും. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുള്ളവർ, ഹാദിർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഹാജരായവർ, ഖാദിർ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ. ഇത് ഈ പദം ജിന്നുമായി ബന്ധപ്പെട്ട് മാത്രം പ്രയോഗിച്ച ഒന്നല്ല. ലോകത്ത് ഏതു സൃഷ്ടിയോടും, മനുഷ്യനടക്കമുള്ള ഏത് സൃഷ്ടിയോടും ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് പ്രാർത്ഥന ആകുന്നതെപ്പോൾ അല്ലാത്തതെപ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ എടുക്കുക. ഒരു മനുഷ്യനോട് പോയിട്ട് ഞാൻ കടത്തിലാണ് എന്ന് പറഞ്ഞാൽ ദുആ അല്ല. ഇനി എപ്പോൾ ദുആ ആകും, അത് വേർതിരിക്കാൻ വെച്ച മാനദണ്ഡമാണ് ഹയ്യും ഹാദിറും ഖാദിറും. ഒന്ന്, ആളെ ജീവിച്ചിരിപ്പുള്ള ആളാവണം. അപ്പൊ മരിച്ച ആളോട് ചോദിച്ചാൽ ശിർക്ക് തന്നെ. ആള് ഹാദിറാവണം, മുമ്പിലുള്ള ആളാവണം. എവിടെയോ കിടക്കുന്ന ആളോട് ഇവിടുന്ന് വിളിച്ചാൽ ഓൻ കേൾക്കുമെന്ന നിലക്കാണോ, ശിർക്ക് തന്നെ. 3, ഖാദിറാവണം. ഖാദിർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കൊണ്ട് കഴിയോ ഇല്ലേ എന്നതല്ല. മനുഷ്യ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചുള്ള ചോദ്യമായിരിക്കണം.
ഒരാളോട് പോയിട്ട് 10 ലക്ഷം ചോദിച്ചു, അയാൾ എനിക്ക് 10 രൂപ പോലും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? ഇല്ല. അയാൾ ഖാദിറല്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഖാദിറല്ല ഉദ്ദേശിച്ചത്. അതിനാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, പടച്ച റബ്ബിന് മാത്രം സാധിക്കുന്നത്, പടച്ച റബ്ബല്ലാത്തവർക്ക് കഴിയാത്ത രോഗം സുഖപ്പെടുത്തുക, ഹിദായത്ത് നൽകുക, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക, നരകമോചനം നൽകുക തുടങ്ങിയ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രതീക്ഷിക്കുന്ന ഏത് വിഷയം, കടം വീട്ടലും വിശപ്പ് മാറലും എല്ലാം അഭൗതിക വഴിയിൽ നൽകുക അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം. വിശപ്പ് മാറ്റുക രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ആ ഭക്ഷണം കഴിച്ച വിശപ്പ് മാറും. ഇതെന്താണ്? ഖാദിറിന്റെ പണിയാണ്. അതേ വിശപ്പ് ഭക്ഷണം ഇല്ലാതെ മാറ്റുക, ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറ്റുക, അത് അള്ളാഹ്ക്കേ കഴിയുള്ളൂ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വിശപ്പ് മാറ്റുക റബ്ബിനെ കഴിയുള്ളൂ, മറ്റാർക്കും കഴിയില്ല. അത് മറ്റൊരാൾ ചോദിച്ചാലോ ഇവൻ ഖാദിറല്ല, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം ഇവനോട് ചോദിച്ചു, അപ്പോഴും ശിർക്ക് വന്നു. അത് ഏതു പടപ്പും, അത് മനുഷ്യനും കണക്കന്നെ, ജിന്നും കണക്കന്നെ, മലക്കും കണക്കന്നെ, എല്ലാം കണക്കന്നെ. ഏത് പടപ്പിനോടും നമ്മൾ ചോദിക്കുമ്പോൾ ആള് ജീവനുള്ള ആളാണോ, മുമ്പിലുള്ളവരാണോ, ഈ സംഗതി അവർക്ക് ചെയ്യാവുന്ന പ്രകൃതത്തിൽപ്പെട്ട കാര്യമാണോ ചോദിക്കുന്നത് എങ്കിൽ അത് ദുആ എന്ന് പറയില്ല. അത് ചോദിക്കാം എന്നല്ല, ചോദിക്കാൻ പറ്റിയത് പറ്റാത്തത് ഏതൊക്കെ എന്തൊക്കെ അത് പ്രമാണങ്ങൾ വേറെ പറയും. ചോദിച്ച ദുആ എന്ന് പറയുമോ? ദുആ എന്ന് പറയില്ല. ദുആ എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഹൈ അല്ലാതിരിക്കണം, മയ്യിത്താവണം, ഹാദിർ അല്ലാതിരിക്കണം, ഗായിബാവണം, ഖാദിർ അല്ലാതിരിക്കണം, അഥവാ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന അല്ലെങ്കിൽ അള്ളാഹ് മാത്രം ചെയ്യുന്ന രൂപത്തിലുള്ള വഴിയിൽ അവൻ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ആ അർത്ഥത്തിലാണെങ്കിൽ ശിർക്ക്, അല്ലെങ്കിൽ ദുആ അല്ല, ശിർക്കല്ല. അതാണ് ജബ്ബാർ മൗലവി എഴുതിയത്, ഇരുട്ടിൽ തപ്പി നീങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആരെ കാണുന്നില്ല. ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റുകയാണെങ്കിൽ ഒരു വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ അതിൽ അഭൗതികത ഇല്ല എന്ന് എഴുതിയത്. അത് പറ്റുന്നല്ല, അതിൽ അഭൗതികത ഇല്ല. ഒരു ശബ്ദം കേട്ടു, ആരെന്താ അറിയില്ല, അല്ല ജിന്നോ മലക്കോ മനുഷ്യനോ പോത്തോ മൃഗോ എന്തോ ആവട്ടെ, ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോ എന്ത് പറഞ്ഞു? അല്ല ഒരു വെളിച്ചം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം അഭൗതിക ചോദ്യമല്ല, ഇത് ദുആ എന്ന് പറയില്ല. അതാണ് ജബ്ബാർ മൗലവി എഴുതിയത്. അത് അടിസ്ഥാന തത്വമാണ്, അത് അടിസ്ഥാന തത്വമാണ്. ആദം നബി മുതൽ സ്വീകരിച്ചു പോകുന്ന തത്വമാണ് ദുആ അല്ലാഹുവിനോട്, അല്ലാത്തത് അനുവദിക്കപ്പെട്ട വഴികളിൽ. എന്നാൽ ജിന്നിനോട് ഈ ചോദ്യം പറ്റൂല, അനുവദിക്കപ്പെട്ടിട്ടില്ല. ജിന്നിനോട് ഈ ചോദ്യം അനുവദിക്കപ്പെട്ടിട്ടില്ല, കാരണം നമുക്ക് അങ്ങനത്തെ ഒരു വഴി അല്ലാഹ് വെച്ചിട്ടില്ല. ഈ ചോദ്യം പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥന ആവില്ല. പ്രാർത്ഥന ആകും എപ്പോൾ? ഇതിനപ്പുറം അഭൗതിക വഴിയിൽ ചോദിക്കുന്നുവെങ്കിൽ, അല്ലെ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കുന്നുവെങ്കിൽ അത് പ്രാർത്ഥനയായി മാറുകയും ചെയ്യും. അത് എല്ലാ സൃഷ്ടിക്കും ഒരുപോലെയാണ്. ചോദ്യം ശിർക്കാകുമെങ്കിൽ അത് ചെയ്യുമെന്ന് വിശ്വസിക്കലും ശിർക്കായി മാറും. ചോദ്യം ശിർക്കാകുമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന വിശ്വാസം ശിർക്കായി മാറും. വെളിച്ചം തരണേ എന്ന ചോദ്യം ശിർക്കാണെങ്കിൽ ജിന്നൊരു വെളിച്ചം കൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ള വിശ്വസിച്ചാൽ ശിർക്കായി മാറും. മലക്ക് ഒരാളെ സഹായിക്കും എന്ന് വിശ്വസിച്ച ശിർക്കാവും, ജിന്നൊരാളെ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ച ശിർക്കാവും. അതാണ് അബ്ദുസ്സലാം സലമി പറഞ്ഞത്. അത് അയാളെ തൗഹീദാണ്. നമ്മൾ പഠിപ്പിച്ച തൗഹീദോ മലക്കുകൾ പലരെയും സഹായിക്കുന്നുണ്ട്, ജിന്നുകളും പിശാചുകളും പലരെയും ഉപദ്രവിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ച ശിർക്കല്ല. ആ സഹായവും ആ ഉപദ്രവവും ഉണ്ട് എന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. ചോദ്യം ശിർക്കാകുന്ന അടുത്ത് വിശ്വാസം ശിർക്കാവും. ഒരു പ്രാർത്ഥന, ഒരു ഇബാദത്ത് ഉള്ളുന്ന വരൽ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. ആ വിശ്വാസമാണ് ബേസ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ചോദ്യം ശിർക്ക്, വിശ്വാസം ശിർക്ക്. ചോദ്യം ശിർക്കാകത്തിടത്ത് ഈ വിശ്വാസം ശിർക്കാകുന്നില്ല എന്നർത്ഥം. വടല്ലെങ്കിൽ എഴുതി കിട്ടിയത് വേണ്ട. എന്തായിരുന്നു? വിചിന്തനത്തിൽ വന്ന ഒരു പരാമർശമായിരുന്നു മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് അഭൗതികമായ വഴിയിലാണല്ലോ. ശരിയാണ്. അതുകൊണ്ട് അല്ലാഹു സുലൈമാൻ നബിക്ക് ജിന്നിനെയും ശൈത്താനെയും കീഴ്പ്പെടുത്തി കൊടുത്തു. അതൊരു മുഅ്ജിസത്താണല്ലോ. അത് മുഅ്ജിസത്ത് ആവണമെങ്കിൽ തന്നെ അഭൗതികമാകണ്ടേ. അപ്പോൾ ജിന്നും ശൈത്താനും അഭൗതികമല്ലേ, എന്നതല്ലേ മുഅ്ജിസത്താകൂ എന്നാണ് കഴിഞ്ഞ ആഴ്ച വിചിന്തനത്തിൽ വന്ന ലേഖനം. യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ ഒരു അബദ്ധമാണ്. കാരണം മുഅ്ജിസത്ത് ആകാൻ അഭൗതികമാകണം. പക്ഷേ ഏത് വസ്തുവുമായി ബന്ധപ്പെട്ടാണോ മുഅ്ജിസത്ത്, ആ വസ്തു അഭൗതികമാകണം എന്നില്ല. മനസ്സിലായിട്ടില്ല? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ് ചന്ദ്രനെ പുലർത്തി എന്നുള്ളത്. മുഅ്ജിസത്ത് അഭൗതികമാകണ്ടേ, അതുകൊണ്ട് ചന്ദ്രൻ അഭൗതികമാകണ്ടേ എന്ന് പറയാൻ പറ്റുമോ?
ഇല്ല. ചന്ദ്രൻ അഭൗതികല്ല. ചന്ദ്രനെ പുലർത്തിയത് അഭൗതികമായ വഴിയിലൂടെയാണ്. നബിയുടെ മുഴുജിത്താണ്. നബിക്ക് കല്ലുകൾ സലാം പറഞ്ഞു. അത് മുഴുജിത്താവണി. കല്ല് അഭൗതികാകണോ? വേണ്ട. കല്ലെന്നുണ്ടായ ഈ പ്രതികരണം എന്താണ്? ഭൗതിക വഴിയിലല്ല, കാര്യകാരണത്തിനുള്ളിലല്ല, അതിനപ്പുറത്താണ്. അത് മുഴുജിത്താണ്. നബി തങ്ങൾ വിളിച്ചപ്പോൾ മരങ്ങൾ നടന്നു വന്ന് നബിക്ക് മറയായി നിന്നു. ഇത് മുഴുജിത്താണ്. ഇത് മുഴുജിത്താവാൻ മരം അഭൗതികമാകണോ? വേണ്ട. ഈ വഴി അഭൗതികമായ വഴിയാണ്. സുലൈമാൻ നബിക്ക് ജിന്ന് മാത്രമല്ല കാറ്റ് കീഴ്പ്പെടുത്തി കൊടുത്തു. അത് അഭൗതികമാകാൻ വേണ്ടി കാറ്റ് അഭൗതികമാകണോ? വേണ്ട. പക്ഷെ ആ കാറ്റിനെ സുലൈമാൻ നബിക്ക് അനുസരിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അത് അഭൗതിക വഴിയിലാണ്. ഒരു മാസത്തെ വഴി ദൂരം കാറ്റ് ഒരു പ്രഭാതത്തിൽ സഞ്ചരിക്കുന്ന അല്ലാഹ് പറഞ്ഞു. അത് മുഴുജിത്തല്ല. അത് ആ കാറ്റിന്റെ സ്പീഡാണ്. ആ കാറ്റിന്റെ സ്പീഡാണ്. ആ കാറ്റ് സുലൈമാൻ നബി പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അതാണ് മുഴുജിത്ത്. തജ്രീബി അംരിഹി. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അത് സഞ്ചരിക്കുന്നു. അത് മുഴുജിത്താണ്. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് കാറ്റ് പോവില്ല. സുലൈമാൻ നബി പറഞ്ഞാൽ ആ വഴിക്കേ ആ കാറ്റ് പോകുള്ളൂ. അത് മുഴുജിത്താണ്. അത് അഭൗതികമാണ്. ഇനി അത് ഭൗതിക വഴി കഴിയോ? ഒരാൾ കാറ്റിനെ തടഞ്ഞു നിർത്തി. കാറ്റ് വരുന്ന ദിശയിൽ അയാൾ വലിയൊരു മറുണ്ടാക്കി കാറ്റിനെ അങ്ങോട്ട് തിരിച്ചു വിട്ടു. ഇത് മുഴുജിത്താണോ? അല്ല. കാരണം എന്താ? ഇത് കാര്യകാരണ ബന്ധമാണ്. ഇത് കാര്യകാരണ ബന്ധമാണ്. ഒരു മരം വെട്ടി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ട് മുന്നിൽ മറയാക്കി വെച്ചു. ഇത് മുഴുജിത്താണോ? അല്ല. കാര്യകാരണ ബന്ധമാണ്. ആ മരത്തിനോട് വരൂ എന്ന് മരം വന്നു. ഇതോ അഭൗതിക വഴിയിലാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. മുഴുജിത്ത് റബ്ബിൽ നിന്നാണ്. മുഴുജിത്ത് റബ്ബിൽ നിന്നാണ്. നബിയുടെ കഴിവല്ല. നബിയുടെ കഴിവല്ല. നബി വിളിക്കുമ്പോഴെല്ലാം വരൂല. അള്ളാന്റെ ഓർഡർ കിട്ടിയാൽ നബിക്ക് വിളിക്കാം. അപ്പൊ വിളിക്കുകയും വരികയും ചെയ്യും. അത് മുഴുജിത്താണ്. അല്ലാതെ മുഴുജിത്തായതുകൊണ്ട് മുഴുജിത്ത് അഭൗതികല്ലേ, അതുകൊണ്ട് ജിന്ന ഭൗതികാകണ്ടേ എന്നത് അത് അബദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാം അഭൗതികരിക്കും. കല്ലു അഭൗതികം, മരോ അഭൗതികം, ചന്ദ്രനും അഭൗതികം, എല്ലാം അഭൗതികമായി മാറും. അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.